ഇയാൾ ഇത്ര ചീപ്പാണെന്ന് ഞങ്ങള് വിചാരിച്ചില്ല. എനിക്കിപ്പോ ഇത് വലിയ കാര്യമായിട്ടൊന്നും തോന്നുന്നില്ല. അവസരം കിട്ടിയ എല്ലാ ആണുങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാ. എന്നാലും എന്റെ മഞ്ജു, ഭർത്താവിനെ ജീവന തുല്യം സ്നേഹിക്കുന്ന മഞ്ജുവിനെ പോലൊരു ഭാര്യ ഇതെങ്ങനെ സഹിക്കുന്നു? അതെ അതെ, ഇവളെ പോലെ ഇത്ര അടക്കൊതുക്കുള്ള ഒരു കുട്ടി വേറെ ഉണ്ടോ നമ്മുടെ ഈ കോളനിയില്? എല്ലാം ചേട്ടന്റെ ഇഷ്ടം പോലെ. ഗോവിന്ദൻകുട്ടി പറയുന്നതിനപ്പുറം ഒരു വാക്കില്ല ഇവൾക്ക്. ഇനിയിപ്പൊ എന്ത് പറഞ്ഞിട്ടെന്ത്? അയാളുടെ ഒരു കൊച്ചിനെ ഇവള് പെറ്റുപോയില്ലേ. ഞാനാണ് ഇവളുടെ സ്ഥാനത്തെങ്കിൽ ആ സെക്കൻഡിൽ ബന്ധം ഉപേക്ഷിച്ചേനെ. സംഭവിച്ചതെല്ലാം സംഭവിച്ചു. ഞാൻ നോക്കിയിട്ടിപ്പോ ഈ പ്രശ്നത്തിന് ഒരേ ഒരു പോംവഴിയേ ഉള്ളൂ. മഞ്ജു സ്വന്തം കാലിൽ നിൽക്കുക. അതിന് മഞ്ജുവിനൊരു ജോലി വേണം. പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ ഉള്ള ഒരു കുട്ടിക്ക് ജോലി കിട്ടാനാണോ പ്രയാസം? എനിക്ക് താല്പര്യമില്ലാഞ്ഞിട്ടല്ല. നോക്കു മഞ്ജു, നമ്മൾ സ്വന്തമായിട്ട് ഏൺ ചെയ്ത് തുടങ്ങിയ പിന്നെ ഒരുത്തനെയും പേടിക്കേണ്ട കാര്യമില്ല. നാണം കെട്ട് നമ്മൾ ഇവന്മാരുടെ മുന്നിൽ ചെന്ന് കൈ നീട്ടുമ്പോഴാ നമുക്ക് വോയിസ് ഇല്ലാതാവുന്നത്. ഇന്ന് മുതൽ മഞ്ജുവിന്റെ ജോലിക്കാര്യം, സുരക്ഷിതത്വം ഇതെല്ലാം മഞ്ജുവിന്റെ മാത്രം വിഷയമല്ല, ഞങ്ങളുടെ കൂട്ടായ വിഷയമാണ്, ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. മഞ്ജു ഈ മെമ്പർഷിപ്പ് ഫോമിൽ ഒന്ന് ഒപ്പിട്ടേ. ആലോചിക്കാനൊന്നും ഇല്ല മഞ്ജു, ഒപ്പിട്ടോളൂ പ്ലീസ്. കൺഗ്രാചുലേഷൻ. എനിക്കുണ്ടോ? താങ്ക് യു. ഹായ്. കൊള്ളാലോ, അസലായിട്ടുണ്ട്. മഞ്ജു, നീ എന്നെ തോൽപ്പിച്ചു കളഞ്ഞല്ലോടി. ഞാനൊരു പഴഞ്ചൻ, എന്റെ കാഴ്ചപ്പാടുകളും പഴഞ്ചൻ. നീയാണ് എന്റെ കണ്ണു തുറപ്പിച്ചത്. ഒന്നോർത്താൽ ഞങ്ങൾ ആണുങ്ങളൊക്കെ വെറും സ്വാർത്ഥരാ. പെണ്ണൊരുത്തിയെ കെട്ടിക്കൊണ്ടുവന്നാൽ അവൾ ഉണ്ണുന്നുണ്ടോ ഉറങ്ങുന്നുണ്ടോ എന്നൊക്കെ നോക്കാറുണ്ട്. പക്ഷേ അതിനപ്പുറം അവളുടെ മനസ്സ് വായിച്ചെടുക്കാൻ ഞങ്ങൾ ആരും ശ്രമിക്കാറില്ല. 10-20 വർഷം ഓടി നടന്ന മണ്ണ് തറയിലും തലയിലും വെക്കാതെ വളർത്തിയ അച്ഛനമ്മമാര് എല്ലാം ഇട്ടെറിഞ്ഞ് ഒരു സുപ്രഭാതത്തിൽ പുതിയൊരു വീട്ടിലേക്ക്. മകളുടെ വിരഹം ആ അച്ഛനമ്മമാരെ എന്തുമാത്രം വിഷമിപ്പിച്ചു കാണും. വയസ്സുകാലത്ത് തുണയില്ലാതായ അവരെക്കുറിച്ച് ഓർത്ത് നീ എന്തുമാത്രം നൊമ്പരപ്പെട്ട് കാണും. അതിനും പുറമെയാണ് എൻ്റെ അപ്പനെയും അമ്മയും കൂടെ ഞാൻ നിന്റെ ചുമലിൽ വെച്ച് തന്നത്. അതൊക്കെ നാട്ടു നടപ്പല്ലേ? അയ്യേ, അതൊക്കെ തെറ്റായ നടപ്പല്ലേ. നമുക്കൊന്ന് മാറി നടക്കാം. എന്താ? നമ്മൾ ഇന്ന് തന്നെ നിന്റെ വീട്ടിൽ പോകുന്നു. മാസത്തിൽ 15 ദിവസം ഭാര്യ വീട്ടിൽ. അച്ഛനും അമ്മയും പരിചരിക്കാനും അവരെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കാനും ഒക്കെ നിനക്കൊരവസരം. അവിടുന്ന് ആവുമ്പോ നിനക്ക് ഓഫീസിൽ പോകാനൊക്കെ എളുപ്പമാണല്ലോ. അത് കുട്ടിയേട്ടന് ദൂരം ആവില്ലേ? അതൊന്നും പ്രശ്നമില്ല. എന്റെ കാര്യമൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. പിന്നെ കുറച്ച് ലീവും കിടപ്പുണ്ടല്ലോ. അപ്പൂന്റെ കാര്യം? അവനിവിടെ സേഫാ. വീക്കെൻഡിലെ ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാം. പിന്നെ വണ്ടിയുള്ളതുകൊണ്ട് നിനക്കും വരാലോ. അപ്പൊ സമയം കളയണ്ട, വേഗായിക്കോ വേഗായിക്കോ. ശരി. ക്ഷമിക്കുന്നതിനൊക്കെ ഒരതിരില്ലേ? എന്ത് ക്ഷമിച്ചു എന്നാ? എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ അത് പറ. ഞാനേ വെറുതെ വലിഞ്ഞു കയറി വന്നതൊന്നുമല്ല. 4 ആള് കാണേ നിങ്ങളുടെ മോളെ താലി കെട്ടിയ പുരുഷനാണ്. മതിയടാ മോനെ, എന്തിനാടാ ഈ നാടകമൊക്കെ? അത് ഈ പാവപ്പെട്ട ഞങ്ങളോട്. ഗീതയുടെ കാര്യം അങ്ങനായി. നീ ആയിരുന്നു ഞങ്ങളുടെ ഏക പ്രതീക്ഷ. ആ നീയും കൂടെ ഞങ്ങളെ കൈവിട്ട. മോനെ മോനെ നിനക്ക് എന്താടാ പറ്റിയത്? എനിക്കൊന്നുമില്ല അമ്മേ. അമ്മയുടെ മോൾക്ക് ഈയിടെ എന്നെ അത്ര പിടിക്കുന്നില്ല. എന്നെ മാത്രമല്ല, എന്റെ കുടുംബത്തെയും. ആ കോളനിയിലേക്ക് താമസം മാറ്റിയത് മുതൽ അവൾ ആകെ മാറി. കണ്ടല്ലേ നിങ്ങൾ? അവളുടെ വസ്ത്രധാരണവും മട്ടും ഭാവവും. ഭർത്താവ് എന്ന നിലയിൽ
എന്നോടുള്ള സമീപനവും എല്ലാം മാറി. അവളിപ്പോ നമ്മുടെ പഴയ മഞ്ജുവല്ല. അവിടുത്തെ ചില സമത്വവാദി പെണ്ണുങ്ങളുടെ വാക്കും കേട്ട് അവൾക്കിപ്പോ ഞാൻ ഭർത്താവാണെന്ന് പോലും പറയാൻ മടിയാണച്ച. മഞ്ജു നിക്കവിടെ. എന്താ നിന്റെ പ്രശ്നം? പ്രശ്നോ? എന്ത് പ്രശ്നം? നിന്റെ വേഷം കിട്ടൊന്നും ഞങ്ങളുടെ അടുത്ത് വേണ്ട. ആ കോളനിയിലെ പൊറുതി തുടങ്ങിയ പിന്നെ നീ ആളാകെ മാറി. ഒരഴിഞ്ഞാട്ടക്കാരികളുടെ കൂട്ട് കിട്ടിയ പിന്നെ നിനക്ക് കുടുംബവും വേണ്ട, ഭർത്താവും വേണ്ട, അല്ലേ? അച്ഛൻ ഞാൻ വേണ്ട, ഗോവിന്ദൻകുട്ടി എല്ലാം പറഞ്ഞു. ഓഹോ, ഇതാ അച്ഛന്റെ കുഴപ്പം. സ്വന്തം മകളെ വിശ്വാസം ഇല്ല. എവിടുന്നോ കേറി വന്ന ഒരാള്. അയലത്തെ പെണ്ണുങ്ങള് ഒളിച്ചും പാത്തും നോക്കുക നിന്റെ താലി പൊട്ടിയോന്നറിയാൻ. പെൺകുട്ടികളെ അതിരുവിട്ട് കൊഞ്ചിക്കാൻ പാടില്ല. എന്ത് കോപ്രായം കാട്ടിയാലും അച്ഛൻ താങ്ങിക്കൊള്ളുന്ന ഒരു അഹങ്കാരം ഉണ്ടാവും. കെട്ട് കഴിഞ്ഞ പെണ്ണിന്റെ വീട് ഭർത്താവിന്റെ വീടാ. അമ്മേ വേണ്ട, എപ്പോഴാ മടക്കം? ഇവിടത്തെ പൊറുതി മതി. എവിടേക്കാ? നിന്റെ പോരൊക്കെ പടിക്ക് പുറത്ത്. ഇറങ്ങിറങ്ങ. കാർന്നോരെ കൈമാറ്റ്. നിങ്ങളെ കാണാനല്ല ഞാൻ വന്നത്, മഞ്ജുവിനെ കാണാനാ. കേട്ടോ? അവളെ കണ്ടിടത്തോളം മതി. അടങ്ങി ഒതുങ്ങിക്കഴിഞ്ഞിരുന്ന ഒരു പെൺകൊച്ചിന്റെ തലയില് ആവശ്യമില്ലാത്തതെല്ലാം കൂടെ കുത്തി കേറ്റി നീയൊക്കെ കൂടി ഒരു കുടുംബം കുട്ടിച്ചൊറാക്കിയില്ലേ? മേലാലിയും വീടിന്റെ മുറ്റത്ത് കൊണ്ടുപോരുത്. കിളവാ, എന്നോട് താൻ സൂക്ഷിച്ച് സംസാരിക്കണം. ഞാൻ ആരാണെന്ന് തനിക്കറിയോ? ലോക്കൽ SIയുടെ ഭാര്യയാണ് ഞാൻ. നീ അയാളുടെ ഭാര്യയോ അതോ അയാൾ നിന്റെ ഭാര്യയോ? എന്റെ കാലിൽ ചെരുപ്പ് ഊരിപ്പിക്കില്ല താൻ. എന്തിനടി ചെരുപ്പ് മാത്രം ഊരുന്നത്? മൊത്തത്തിൽ അങ്ങ് ഊരടി. അതാണല്ലോ നിന്റെ പാരമ്പര്യം. സ്ത്രീ സമത്വം എന്നും പറഞ്ഞ് രാവിലെ ഒരുങ്ങി കെട്ടി അങ്ങ് വന്നോളും കുടുംബം കലക്കാൻ. കൈത്തരിപ്പുള്ള ആണുങ്ങളെ കാണാഞ്ഞിട്ടാ ആട്ടിച്ചു ഞാൻ. എന്താ തനിക്കെന്നെ തല്ലണോടോ? നിന്നെ തല്ലിയാൽ എന്റെ കൈ നാറും. ഒരിക്കലും ഈ മുറ്റത്ത് നിന്ന് ഗോവിന്ദൻകുട്ടി ഓടിച്ചതാ നിന്നെ. വീണ്ടും അന്തസ്സില്ലാതെ എഴുതി കയറി വന്നിരിക്കുന്നു. ഇറങ്ങടി വെളിയിൽ. നിന്റെ വെൺമണി കവിതകളൊക്കെ തമ്പീരെടുത്ത് കാണിച്ചാ മതി. വീട്ടിൽ പോയി പിയേൾ സോപ്പെടുത്ത് നല്ലവണ്ണം പതച്ചു പുരട്ടി നിന്റെ നാറ്റങ്ങളാ. ചേച്ചി, ചേച്ചി, ചേച്ചി. എന്നാലും എന്റെ കേശവ മാഷെ, നിങ്ങൾ ആ പട്ടിയുടെ പേരും പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ പറ്റിക്കാൻ പാടില്ലായിരുന്നു. എന്തൊരു മര്യാദക്കാരനാണ് ആ പട്ടി. ഞങ്ങൾ ഇങ്ങോട്ട് കയറി വരുമ്പോ തല പൊക്കി നോക്കും പോലെ ചെയ്തില്ല. അതിനല്ലേടോ ഇവൻ നമ്മളെക്കാളും വലിയ കീടമാ അവൻ. ഒരു കോട്ടടകത്ത് എന്ന് പിന്നെ കൃത്യം 8 മണിക്കൂർ കാൽ പോലായി കിടന്നുറങ്ങും. ബീവറേജ് കോർപ്പറേഷന് സമ്പൂർണ്ണ മദ്യനിരോധനം വന്നാ പിന്നെ എന്റെ കാര്യം നിങ്ങൾ മറന്നേക്ക്. അതുകൊട്ടെ ഇതെന്തിനീ ടൈം പീസ്? കൃത്യസമയത്ത് കൊടുത്തോളൂ. 5 മിനിറ്റ് തെറ്റിയ അപ്പ തല വെക്കും. പിന്നെ പിടിച്ചാ കിട്ടില്ല. അല്ല മാഷേ, നിങ്ങളെ ഭാര്യങ്ങാൻ ഇപ്പൊ ഇങ്ങോട്ട് കേറി വരുമോ? അവളുടെ അമ്മയ്ക്ക് നല്ല സുഖമില്ല. നാളെ രാവിലെ എത്തൂ. ആണോ? എന്നാ പിന്നെ അമ്മക്ക് അടിച്ചങ്ങോട്ട് പൊളിക്ക അല്ലേ? പിന്നെ ആ തമ്പിയും സേവിയറും ഇല്ലാണ്ട് പോയല്ലോ. ഇന്നലെ കൂടി സാറിന്റെ വീട്ടില് 2 പോലീസുകാർ വന്നിട്ട് പോകുന്നത് കണ്ടല്ലോ. വനിതാ കമ്മീഷനാ. ഇപ്പത് ശീലായി. എന്റെ കുട്ടി സാറേ, ഈ ഒടിഞ്ഞ വക്കീലിന്റെ വാക്കും കേട്ടോണ്ടിരുന്ന നിങ്ങളുടെ ജീവിതം കുട്ടിച്ചോറാകും. തൽക്കാലം ഒരു കോംപ്രമൈസ് ആയിരിക്കും ബുദ്ധി. 2 ചക്കര വർത്താനം പറഞ്ഞ് ആ വെള്ളച്ചില് പെണ്ണിനെ കൂടെ നിർത്തുക. കേസ് പിൻവലിച്ച ആ സെക്കൻഡ് പണി കൊടുക്കാം. ഓ അങ്ങനെയായില്ലേ? എന്നാ പിന്നെ നിങ്ങളെ പാടാ എന്താ ചെയ്തു? എനിക്ക് വയ്ക്കില്ലേ പണങ്ങൾ. അവൻ ഇത് കൊടുക്കാൻ സമയായി. അല്ല മാഷേ, ഞാനിത് കൊടുത്തോട്ടെ. എന്തായാലും കുട്ടിക്ക് പാൽ കൊടുക്കാനുള്ള യോഗം യശോദയ്ക്ക് തന്നില്ല. ഒരു പട്ടിക്കെങ്കിലും കൊടുക്കാലോ.
അവിടെ നിൽക്ക്. ആ, വരട്ടെ. ഗ്ലാസിന്റെ മുകളിലേക്കൊന്നും വിടല്ലേ, അവളെന്നെ പതുക്കെ, പതുക്കെ. കൊല്ലും. ദീപക് മോനെ വാടാ, അച്ഛൻ പാല് തരാം. പല പല സ്വഭാവമാണ് ആ പെണ്ണിന്. കസ്റ്റമേഴ്സിന്റെ മുമ്പിൽ വെച്ച് വല്ല പോരും കാണിച്ചാ എന്റെ കൺട്രോൾ കിട്ടും. ഏയ് ബാങ്കിൽ വെച്ചിട്ട് വേണ്ട, പിന്നെ അവളെ ഫോണ് വിളിച്ചിട്ട് വീട്ടിൽ പോയി കാണും. ഇത്തിരി താണു കൊടുത്താലും കുഴപ്പമില്ല. പ്രാക്ടിക്കൽ. അവൻ എഴുന്നേറ്റോ? എന്റെ ഈശ്വര, ചതിച്ചല്ലോ. മാഷേ, പട്ടിയുടെ മദ്യം വക്കീൽ പിടിച്ചു. കിടക്കണ കിടപ്പ് ഈശ്വര, ഞാൻ ഇനി എങ്ങനെ പുറത്താണ്? വക്കീൽ എങ്ങനെയാ പുറത്തേത്? ഗോവിന്ദൻകുട്ടിയോട് എനിക്ക് എന്ത് ശത്രുത? അതും ജീവിതത്തിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരാളോട്. പിന്നെന്താ ഞാൻ കേസ് പിൻവലിച്ചാൽ? എടി മണ്ടി, അയാളെ കൊടുക്കാന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. നമുക്ക് വേണ്ടത് പണം. നിന്റെ ബാങ്കിൽ നിന്ന് പണം അടിച്ചു മാറ്റുന്നവരെ അയാളുടെ കാല് നിലത്തുറക്കാൻ പാടില്ല. അയാൾ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കണം. പോലീസ് സ്റ്റേഷൻ, കോടതി, വനിതാ കമ്മീഷൻ, പിന്നെയും പോലീസ് സ്റ്റേഷൻ. ചുരുക്കി പറഞ്ഞാൽ ബാങ്കിനകത്ത് കയറാൻ അയാൾക്ക് സമയമേ കിട്ടില്ല. ഗോവിന്ദൻകുട്ടി ഭയങ്കര ആയുസാണല്ലോ പയ്യന്. ഫോൺ എടുക്ക. ഹലോ. ആ നിരോഷ, ഞാൻ വിളിച്ചതേ, എനിക്ക് ഇയാളൊന്ന് നേരിട്ട് കാണണം. വൈ നോട്ട്? നാളെ വൈകിട്ട് എന്റെ വില്ലയിൽ വെച്ച് ഷാർപ്പ് 4 o'clock. ഓക്കെ? ഓക്കെ. താങ്ക് യു. സോ നൗ ദ ബോൾ ഈസ് ഇൻ യുവർ കോർട്ട്. ബി പ്രാക്ടിക്കൽ. ഗോവിന്ദൻകുട്ടിയെ കൊല്ലരുത്. വെറുതെ ഇങ്ങനെ തട്ടിക്കളിച്ചാൽ മതി, എലിയെ പിടിച്ച പൂച്ചയെ പോലെ. മതി വില്ലി, സമയം എത്രയായി? ആ കാഴ്ചപ്പാട് ഇപ്പൊ ഇങ്ങ എത്തും. എന്താ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞ? സർപ്രൈസോ? അതൊക്കെ ഉണ്ട്. സ്റ്റോപ്പ് കിഡിങ്. രാവിലെ മുതൽ നീ എന്നിട്ട് കുരങ്ങ് കളിപ്പിക്കുക. സോറി ഡിയർ. ടെൻഷനായോ? കണ്ണിറുക്കി അടച്ചേ. ഇങ്ങനെ ഇനി കണ്ണു തുറന്നോ. കാശ് ഇവിടെ വെക്കുന്ന അപകടം. ഐ വിൽ കീപ് ഇറ്റ് വിത്ത് മീ. പിന്നീട് ഒരു ജോയിന്റ് അക്കൗണ്ട് ഉണ്ടാക്കി അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഓക്കെ? ഓക്കെ. ബൈ. ബൈ വില്ലി. ഓ, യു ആർ ഓൺ ടൈം. എന്താ സർ, അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? കാര്യമുണ്ടോ? എനിക്ക് അകത്തോട്ടിരിക്കാമോ? വൈ നോട്ട്? ഞാൻ ഓടിക്കൊണ്ടേയിരിക്കുകയാണ് നിരോഷ. പോലീസ് സ്റ്റേഷൻ, വനിതാ കമ്മീഷൻ, കോടതി വരാന്ത, വീണ്ടും പോലീസ് സ്റ്റേഷൻ. സർ, ഞാൻ തെറ്റുപറ്റിയിട്ടുണ്ട്. അന്നേരത്തെ ദേഷ്യത്തിന് ഞാൻ എന്തൊക്കെയോ പാടില്ലായിരുന്നു. പിന്നെ തെറ്റ് ചെയ്യാത്ത മനുഷ്യരില്ലല്ലോ. സാർ എന്നെ എന്തോരം വേണമെങ്കിലും വഴക്ക് പറഞ്ഞോ, പക്ഷേ കസ്റ്റമേഴ്സിന്റെ മുന്നിൽ വെച്ച് അതെനിക്ക് സഹിക്കില്ല. അയ്യോ നിരോഷ, നിരോഷ, ഈ കരയല്ലേ? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. കരയില്ലേ, കരയില്ലേ, കരയില്ലേ. നീ എന്ത് ചെയ്തടാ ഞങ്ങളുടെ കുഞ്ഞിനെ? മാഡം ഒന്നുമില്ല. സാറ് വെറുതെ. നീ ഒന്നും മിണ്ടരുത്. നീ ഒറ്റ ഒരുത്തി അവനെ ഇത്രയും വഷളാക്കിയത്. കംപ്ലൈന്റ് ഒപ്പിട്ട് വരാൻ വലിയ പാടായിരുന്നല്ലോ നിനക്ക്. ഇപ്പൊ കളിച്ചവൻ വീട്ടിൽ കയറി കളിക്കാൻ തുടങ്ങി. മാഡം, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഞാൻ ആരും ഉപദ്രവിക്കാൻ വേണ്ടി വന്നൊന്നുമില്ല. പിന്നെ എന്തിനാളില്ലാത്ത സമയത്ത് നീ ഇവിടെ വന്നു? ആ, അതും ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് താമസിക്കുന്നിടത്ത്. ഞാനൊന്ന് പറയട്ടെ. നീ ഇനി ഒന്നും പറയണ്ട, കേട്ടെടുത്തോളം മതി. അയ്യടാ, കശാപ്പുകാരന്റെ ഒരു സുവിശേഷം. പിടിക്കപ്പെട്ടപ്പോ അവന്റെ വേഷം കെട്ട് കണ്ടില്ലേ? വിളിക്കടി പോലീസിനെ. ഈ പെണ്ണുങ്ങളിൽ എന്ത് ഭാവിച്ചാ? നിരോഷ ഒന്ന് പറയേ. നീ ഒന്നും പറയണ്ടടാ. എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം.
പറഞ്ഞാ മതി. വാ. എനിക്ക് കള്ളം പറയാൻ വഴി വേണം. ഒന്നും വേണ്ട, ഒന്നും ഞാൻ പറഞ്ഞോളാം. വാടി. വണ്ടി കയറടാ. സാർ എനിക്ക് ഒന്നും അറിയില്ല സാർ. ഈ പെണ്ണുങ്ങളെല്ലാം കൂടെ വെറുതെ ഇത് ചതിയാണ്. വന്ന് വണ്ടി കയറടാ. സാവിത്രി ചെറിയൊരു ഫോർമാലിറ്റി, മെഡിക്കൽ ചെക്കപ്പ്, ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി എടുത്തിട്ട് അപ്പൊ തന്നെ വിട്ടേക്കാം. ചെല്ല് മോളെ, nothing to fear. ഞങ്ങളൊക്കെ ഇല്ലേ കൂടെ. അവര് പറഞ്ഞില്ലേ ജസ്റ്റ് ഫോർ ഫോർമാലിറ്റീസ്. ഗംഗേ നീ കൂടെ ചെല്ലു. മോക്ക് പേടിയാ, ആദ്യമായിട്ടാണേ, അതുകൊണ്ടാ. ചെല്ലു. ഒരു കീഴുദ്യോഗസ്ഥയായ യുവതിയെ പീഡിപ്പിച്ച ബാങ്ക് മാനേജർ അറസ്റ്റിൽ. മങ്കര സഹകരണ ബാങ്കിലെ മാനേജറായ ഗോവിന്ദൻകുട്ടിയാണ് ബാങ്കിലെ ജീവനക്കാരിയായ നിരോഷയെ പീഡിപ്പിച്ചതിന് അറസ്റ്റിലായത്. ജോലി സ്ഥലത്ത് വെച്ച് പലതവണ ഭീഷണിപ്പെടുത്തിയിട്ടും ഇംഗിതത്തിന് വഴങ്ങാതിരുന്ന നിരോഷയെ പ്രതി ദർശൻ നഗറിലെ അവരുടെ വില്ലയിൽ അതിക്രമിച്ചു കയറി കീഴ്പ്പെടുത്തുകയായിരുന്നു. ഗോവിന്ദൻകുട്ടിക്കെതിരെ നിരോഷ വനിതാ കമ്മീഷൻ 2 മാസം മുമ്പ് പരാതി നൽകിയിരുന്നു. പീഡനത്തിനിരയായ നിരോഷ സ്ത്രീ സമത്വവേദിയുടെ എക്സിക്യൂട്ടീവ് മെമ്പറാണെന്നുള്ളത് സംഭവത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നു. സ്ത്രീ സമത്വവേദിയുടെ ചെയർപേഴ്സൺ നയനകുമാരി ഉൾപ്പെടെയുള്ള ഭാരവാഹികൾ സംഭവ സ്ഥലത്ത് പാഞ്ഞെത്തിയതിനാൽ കൊലപാതക ശ്രമത്തിൽ നിന്ന് നിരോഷ തലനാരിഴയ്ക്ക് രക്ഷപ്പെടുകയായിരുന്നു. പ്രസിഡന്റ് വസുന്ധരയിലേക്ക്. ഈ റേപ്പ് ചെയ്യപ്പെട്ട പെൺകുട്ടി നിരോഷ ഞങ്ങൾക്ക് അവള് മോളെ പോലെയാ. ഞങ്ങൾ എത്തിയത് കാരണം അയാൾക്ക് അവളെ കൊല്ലാൻ കഴിഞ്ഞില്ല. പക്ഷേ അവൾക്ക് വിലപ്പെട്ടതെല്ലാം നഷ്ടപ്പെട്ടില്ലേ. ഇനി അവള് ചത്താലെന്ത്, ജീവിച്ചാലെന്ത്. പീഡനത്തിനിരയായ നിരോഷയെ പിന്നീട് വൈദ്യ പരിശോധനയ്ക്ക് വിധേയയാക്കി. മാഡം, പ്രേക്ഷകർക്ക് വേണ്ടി റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ ഒന്ന് പങ്കുവയ്ക്കാമോ? ഇന്റർ കോഴ്സ് നടന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ എനിക്ക് മനസ്സിലാവുന്നത് ഇതാദ്യത്തെ പ്രാവശ്യമൊന്നുമല്ല. ഇതിനു മുമ്പും പെൺകുട്ടി പലതവണ അതിക്രമത്തിന് വിധേയായിട്ടുണ്ട്. എന്താ നിന്റെ ഭാവം? നീ എങ്ങോട്ടും മോളെ ഈ രാത്രിയില്? ഞാൻ പോവാമേ. ഇനി ഒരു നിമിഷം എനിക്ക് അയാളുടെ കൂടെ ഇവിടെ നിൽക്കാൻ പറ്റില്ല. മോളെ, ഈ അവസരത്തിൽ നീ പോകരുത്. ഇതിലെന്തോ ചതിയുണ്ട്. ഇത് അവനല്ല. അവൻ ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. കുറച്ചുനാൾ മുമ്പായിരുന്നെങ്കിൽ ഞാൻ വിശ്വസിക്കില്ലായിരുന്നു. അയാൾ ഒരാളെ കൊന്നിട്ട് വന്നാ കൂടി ഞാൻ സഹിച്ചേനെ മോളെ. പക്ഷെ ഇത് ഒരു കണക്കിനൊരു അഡ്മിഷൻ ഒപ്പിച്ചെടുത്തു. സൗകര്യമുള്ള മറ്റൊരിടം കിട്ടുന്നത് വരെ മഞ്ജു ഇവിടെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യട്ടെ. വാ കേറാം. മേട്ടർ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. വാ. ഗോവിന്ദൻകുട്ടി സിന്ദാബാദ്. ഗോവിന്ദൻകുട്ടി സിന്ദാബാദ്. ധീരാ വീരാ ഗോവിന്ദൻകുട്ടി. ധീരാ വീരാ ഗോവിന്ദൻകുട്ടി. മോനെ ഗോവിന്ദൻകുട്ടി സിന്ദാബാദ്. ഗോവിന്ദൻകുട്ടി സിന്ദാബാദ്. ധീരാ വീരാ ഗോവിന്ദൻകുട്ടി. ധീരാ വീരാ ഗോവിന്ദൻകുട്ടി. ഗോവിന്ദൻകുട്ടി സിന്ദാബാദ്. ഗോവിന്ദൻകുട്ടി സിന്ദാബാദ്. ധീരാ വീരാ ഗോവിന്ദൻകുട്ടി. ധീരാ വീരാ ഗോവിന്ദൻകുട്ടി. ഗോവിന്ദൻകുട്ടി സിന്ദാബാദ്. ഗോവിന്ദൻകുട്ടി